പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇ ഡി ചോദ്യം ചെയ്യാനൊരുങ്ങുമ്പോൾ CPIM എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ചോദ്യം. പാർട്ടി അംഗമല്ലാത്ത വീണയുടെ ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിനെ അവർ വ്യക്തിപരമായി നേരിടട്ടെ എന്ന അഭിപ്രായമുള്ളവർ നേതൃത്വത്തിലുണ്ട്. പ്രതികരിക്കേണ്ടത് വീണയെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ജോൺ ബ്രിട്ടാസ് MP-യും പ്രതികരിച്ചു. മാസപ്പടി കേസിൽ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന വീണ തൈക്കണ്ടിയെ എങ്ങനെ സമീപിക്കുമെന്നതാണ് CPM നേതൃത്വം മുന്നിലുള്ള ചോദ്യം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്ന നിലയിൽ പരിഗണിക്കണോ അതോ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ വേണോ എന്നതാണ് പാർട്ടിക്ക് മുന്നിലുള്ള പ്രശ്നം. മകള് ഒരു കമ്പനി ഉണ്ടാക്കി, ആ കമ്പനി മറ്റു കമ്പനികളുമായിട്ട് ചില കരാറിൽ ഏർപ്പെട്ടു. അതിനാണല്ലോ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമാണ്. അവരതിന് മറുപടി പറയും. അത് പ്രതിപക്ഷ നേതാവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ കേസിലില്ലല്ലോ. മാസപ്പടി കേസിൽ വീണയുമായി ബന്ധമുള്ള വീടുകളിൽ ED റെയ്ഡിനെത്തിയപ്പോൾ പിണറായിക്കെതിരായി നീക്കമെന്ന് വ്യാഖ്യാനിച്ചാണ് പ്രതിഷേധം നടത്തിയത്. ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന അക്രമത്തോടെ കൈപൊള്ളിയ അനുഭവവും CPIM-ന് മുന്നിലുണ്ട്. ബിസിനസ് നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ കേസുകളെ വീണ സ്വന്തം നിലയിൽ നേരിടുന്നതാണ് ഉചിതമെന്ന അഭിപ്രായം CPIM-ൽ ശക്തിപ്പെടുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ. അതിൽ വീണയുടെ കമ്പനിക്ക് കരാർ കൊടുത്തു. ആ കരാറ് സുതാര്യമായ കരാറാണോ, അതനുസരിച്ചുള്ള സേവനങ്ങൾ വീണ കൊടുത്തിട്ടുണ്ടോ, അതിലൊരു തട്ടിപ്പുണ്ടോ, ഇതൊക്കെ ഒരു തർക്ക വിഷയമാണ്. മാസപ്പടി കേസിൽ വീണയെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ കരിമണൽ കമ്പനി മേധാവിയുടെ ഡയറിയിലുള്ള മറ്റു പേരുകാരിലെ കൂടി അന്വേഷണം വേണമെന്ന ആവശ്യം CPIM രാഷ്ട്രീയമായി ഉയർത്തിയേക്കും. എന്നാൽ ശശിധരൻ കർത്തയുടെ ഡയറിയിലെ PV എന്ന ചുരുക്കപ്പേര് പിണറായി വിജയന്റേതാണ്. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ മാസപ്പടി കേസിൽ എല്ലാ വശങ്ങളും പരിഗണിച്ച് നിലപാടെടുത്തില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകാനാണ് സാധ്യതയെന്ന മുന്നറിയിപ്പും നേതൃത്വത്തിന് മുന്നിലുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.